നമസ്കാരം. നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് ഒരു ഡൈക്കോർ എഞ്ചിനുകളുടെയാണ്. ഒരു ടാറ്റയുടെ ഡൈക്കോർ എഞ്ചിനുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ അടുത്ത് വർക്കിനായിട്ട് വന്നിരിക്കുന്ന ഒരു ഡൈക്കോർ 3 എഞ്ചിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊരു BS6 ഡൈക്കോർ എഞ്ചിനാണ്. ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എഞ്ചിന് ഓവറൈസ് ആയതാണ് കംപ്ലൈൻറ്റ്. ഓവറൈസ് ആയിട്ട് ഈ വണ്ടിയുടെ പിസ്റ്റൺ കത്തിപ്പോയിട്ടുണ്ട്. ഒന്നാമത്തെ സിലിണ്ടറിലെ പിസ്റ്റൺ കത്തിപ്പോയേക്കുവാണ്. ഇത് ഓവറൈസ് ആകാനുള്ള കാരണം ടർബോ കംപ്ലൈൻ്റ് ആയിട്ടാണ് കസ്റ്റമർ പറഞ്ഞായിരുന്നത്. അപ്പോൾ ടർബോ കംപ്ലൈൻ്റ് ആയിട്ടാണ് വണ്ടി നിലവിൽ ഓവറൈസായി പോയേക്കണ വണ്ടി. അതേപോലെ തന്നെ ഹെഡ് അഴിച്ചു വെച്ച് തന്നെയാണ് ഇത് വണ്ടി എഞ്ചിനായിട്ട് വന്നേക്കണെയാണ്. നമ്മൾ അഴിച്ചു വെച്ച് നോക്കുകയാണ്. പിസ്റ്റൺ കത്തിപ്പോയി. അങ്ങനെയാണ് ഈ വണ്ടിയുടെ അവസ്ഥ. ഇനി നമ്മൾ ഇതിൻ്റെ പിസ്റ്റൺ സിലിണ്ടർ എല്ലാം ബോർ ചെയ്ത് പിസ്റ്റൺ എല്ലാം മാറി നമ്മൾ ഈ വണ്ടിയിൽ വർക്ക് ചെയ്ത് തീർക്കണം. ഇതൊരു വണ്ടിയായിട്ടാണ് നമ്മുടെ അടുത്ത് വന്നേക്കുന്നത്. ബാക്കി സാധനങ്ങളെല്ലാം എഞ്ചിൻ അഴിച്ച് നമ്മൾ പീസാക്കി വെച്ചതിനെയാണ് കാണുന്നത്. ഗിയർ സാധനങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട്. ഈ ജാറിലൊക്കെ നല്ല രീതിയിൽ കരി ഉണ്ടായിരുന്നു. ടർബോ കംപ്ലൈൻ്റ് ആയിട്ട് ഈ ജാറ് വരെ നല്ല രീതിയിൽ ഓയിലായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ജാറ് കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇനി ഇഞ്ചക്ടറിൻ്റെ ടിപ്പ് എന്തായാലും നമ്മൾ ഇഞ്ചക്ടറിൻ്റെ ടിപ്പ് കത്തിപ്പോയിട്ടുണ്ട്. ഇഞ്ചക്ടറിൻ്റെ ടിപ്പ് കത്തിപ്പോയതിനാണ്. ഇഞ്ചക്ടർ ഇനി എന്തായാലും മാറേണ്ട അവസ്ഥയിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചക്ടറും ഇനി ഡാമേജ് ആയിട്ടാണ് കാണുന്നത്. 2 ഇഞ്ചക്ടർ നമ്മളിനി ഓറൈസ് ആയതുകൊണ്ട് കത്തിപ്പോയിക്കാണ്. 2 ഇഞ്ചക്ടർ റീപ്ലേസ് ചെയ്യണം. ഹീറ്റർ പ്ലഗ് 2 ഹീറ്റർ പ്ലഗിൻ്റെ തുമ്പ് 2 അവസ്ഥയാണ്. ഹീറ്റർ പ്ലഗ് 2 തുമ്പ് നല്ല രീതിയിൽ ഡാമേജായി കത്തിപ്പോയേക്കുവാണ്. അതേപോലെ തന്നെ എഞ്ചിൻ ഇനി ഫുള്ളായിട്ട് വർക്ക് ചെയ്യേണ്ട അവസ്ഥയിലോട്ടാണ് വന്നേക്കുന്നത്. ഇത് ഒരു ഓവറൈസായ കംപ്ലൈൻ്റ് ആയിട്ട് വന്ന ഒരു ഡൈക്കോർ BS6 എഞ്ചിനാണ്. വണ്ടിയായിട്ടാണ് നമ്മളെടുത്ത് വന്നത്. നമ്മൾ വണ്ടി എഞ്ചിൻ അഴിച്ചേക്കനെയാണ് കാണുന്നത്. ഇതാണ് ഒരു എഞ്ചിൻ്റെ കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ എടുത്ത് വന്നേക്കുന്ന ഒരു ഡൈക്കോർ. ഇത് BS6 വണ്ടിയല്ല, ഒരു BS4 വണ്ടിയാണ്. ഇത് ഓയിൽ ലൈറ്റ് മിന്നണ കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി കസ്റ്റമർ ഓടിച്ച വണ്ടിയാണ്. എന്നിട്ട് നോക്കാണ്ട് വന്നപ്പോൾ ഈ വണ്ടിയുടെ ബാലൻസറിൻ്റെ ഓടുന്ന സ്ഥലമെല്ലാം ഓയിൽ കിട്ടാണ്ട് കംപ്ലൈൻ്റ് ആയി പോയേക്കണെയാണ്. ഇത് ഓയിൽ കുറഞ്ഞ് ഓടിയ ഒരു വണ്ടിയാണ്. ഇതും ടർബോ കംപ്ലൈൻ്റ് തന്നെയായിരുന്നു. ഇത് കസ്റ്റമർ ഓൾറെഡി എഞ്ചിൻ വീക്കായിരുന്നു. എൻ്റെ ടർബോ പണിത് വെച്ചതിനെയാണ്. നല്ല ഷേക്കാണ് ടർബോയ്ക്ക്. ടർബോ കംപ്ലൈൻ്റ് ആയിട്ട് ഓയിൽ തീർന്നു പോയിട്ട് വണ്ടി നിന്ന് പോയ വണ്ടിയാണ്. ഈ ടർബോ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും ടർബോ ആദ്യം നമ്മൾ മാറിയായിരുന്നു. കസ്റ്റമർ മാറിയിട്ട് വീണ്ടും ഓടിച്ചു. വീണ്ടും ഓയിൽ പ്രഷർ ഇല്ലാണ്ട് വണ്ടി ഓടി ടർബോ വീണ്ടും കംപ്ലൈൻ്റ് ആയതുമാണ്. ഈ വണ്ടിയുടെ ക്രാങ്ക് നല്ല രീതിയിൽ ഓയിൽ കയറാണ്ട് നല്ല രീതിയിൽ ക്രാങ്ക് പിടിച്ചു വയ്ക്കണ ഒരു വണ്ടിയാണ്. ഇത് കണ്ടോ, ക്രാങ്ക് പിടിച്ച് നല്ല രീതിയിൽ ഡാമേജസ് പറ്റി ക്രാങ്കൊക്കെ മാറണം. അതേപോലെ തന്നെ ബ്ലോക്കും മാറേണ്ട അവസ്ഥയിലേക്ക് വന്നേക്കുവാണ്. അതേപോലെ തന്നെ ബാലൻസറിൻ്റെ അവസ്ഥയാണിത്. എൻ്റെ ബാലൻസർ പമ്പ് തള്ളി കൊടുക്കണ, പമ്പ് ഹൈ പ്രഷർ പമ്പ് തള്ളുന്ന സാധനം ബാലൻസറിൻ്റെ റോളർ അരിഞ്ഞരിഞ്ഞ് പോയേക്കണേ ഉണ്ട്. ഇത് ബാലൻസറും മാറേണ്ട അവസ്ഥയിലേക്ക് വന്നേക്കുവാണ്. ഇതൊരു ഓയിൽ കിട്ടാണ്ട് ഓടി ക്രാങ്ക് പിടിച്ച് നിൽക്കുന്ന ഒരു ഡൈക്കോറാണ്. ഇതും നമ്മൾ എൻജിൻ ആയിട്ട് അഴിച്ചേക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ബ്ലോക്ക് ഇതൊരു ഹാഫ് ഇഞ്ച് ബ്ലോക്കായിട്ട് മാറേണ്ട അവസ്ഥയിലേക്കാണ് വന്നേക്കണേ. ബ്ലോക്കും ക്രാങ്കും ബാലൻസറും ടർബോയും എല്ലാം റീപ്ലേസ് ചെയ്ത് ഓയിൽ പമ്പ് എല്ലാം മാറി ചെയ്യേണ്ട ഒരു വണ്ടി തന്നെയാണ്. ഇതാണ് രണ്ടാമത് വന്ന ഒരു ഡൈക്കോറിൻ്റെ അവസ്ഥ. ഇതൊരു ഡൈക്കോർ എഞ്ചിനാണ്. നമ്മൾ ഹെഡും ബ്ലോക്കായിട്ട് നമ്മുടെ അടുത്ത് വന്നേക്കുന്നത്. ഇത് ഒരു ടൈം ബെൽറ്റ് പൊട്ടിപ്പോയേക്കുന്ന വണ്ടിയാണ്. ഇതുണ്ടോ, വാൽവ് കുത്തിയേക്കുന്നുണ്ടോ. ടൈം ബെൽറ്റ് പൊട്ടിയിട്ട് വാൽവ് കുത്തി വാൽവ് ബെൻഡായിട്ട് വന്നേക്കുന്നത്. ഈ സിലിണ്ടറിലാണ്, ഒന്നാമത്തെ സിലിണ്ടറിലാണ് ടൈം ബെൽറ്റ് പൊട്ടിയേക്കുന്നത്. എന്നിട്ട് അങ്ങനെ ഒരു ഹെഡും ബ്ലോക്കായിട്ട് എഞ്ചിൻ അഴിച്ചു കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. കൂട്ടത്തിൽ ഈ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് കറക്റ്റായിട്ടല്ല ചെയ്തേക്കുന്നത്. ഓയിലുണ്ടോ, ഓയിൽ നല്ല രീതിയിൽ കട്ട് ചെയ്യേണ്ട, ഓയിൽ മാറാണ്ട് ഓടിക്കഴിഞ്ഞാൽ ഇതും ഈ വണ്ടിയും ടർബോ കംപ്ലൈൻറ്റ് വരാനുള്ള, ഇതിൻ്റെ ക്രാങ്ക് ബാലൻസ് റാഡ് എല്ലാ സാധനങ്ങളും കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളൊരു കിലോമീറ്റർ സർവീസിൽ ഈ വണ്ടിയൊക്കെ കറക്റ്റ് ടൈം ബെൽറ്റും കറക്റ്റ് ഓയിൽ ചേഞ്ച് നടത്തി കഴിഞ്ഞാൽ തന്നെ ഈ വണ്ടികൾക്കൊന്നും ഇത്ര ഡാമേജസോ കാര്യങ്ങളോ വരേണ്ടതല്ല. ഈ വണ്ടിയൊക്കെ ഓയിൽ സർവീസും കാര്യങ്ങളോ എല്ലാം കറക്റ്റ് അല്ലാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ഡാമേജസ് വരുന്നത്. മാക്സിമം ഡൈക്കോറും അല്ലെങ്കിൽ മെഗാ പോലത്തെ വണ്ടികളെല്ലാം കറക്റ്റ് പീരിയഡ് കറക്റ്റ് ഓയിൽ സർവീസ് നടത്തുക. ടൈം ബെൽറ്റ് കറക്റ്റ് സമയത്ത് റീപ്ലേസ് ചെയ്യുക. സാധാരണയൊക്കെ 1 ലക്ഷം കിലോമീറ്ററാണ് പറയുന്നത്. അതൊക്കെ ഒരു 80,000-70,000 മാറ്റിക്കളയുക. വലിയ റേറ്റ് കാര്യങ്ങൾ വരുന്ന സാധനങ്ങളല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് നല്ല ലൈഫും കാര്യങ്ങളെല്ലാം കിട്ടും. ഇത്ര വലിയ എഞ്ചിൻ പണിയിലോട്ടോ കാര്യങ്ങളിലോട്ടോ വരില്ല. എല്ലാവരും ഓയിൽ സർവീസും കൂളിംഗ് സർവീസും എല്ലാം കറക്റ്റായിട്ട് നോക്കി കൊണ്ടു കിടക്കണമെന്നാണ്. നമ്മൾ ഓരോ കംപ്ലൈൻറ്റുകളും വണ്ടി വരുമ്പോൾ നമ്മൾ കാണുന്നതും ആ രീതിയിൽ വരുന്ന കംപ്ലൈൻറ്റുകളാണിത്. മാക്സിമം എല്ലാവരും ഓയിൽ സർവീസും ടൈം ബെൽറ്റ് കൂളിംഗ് സർവീസ് എല്ലാം കറക്റ്റായിട്ട് കൊണ്ടു കിടന്നാൽ വണ്ടിക്ക് നല്ല രീതിയിൽ ലൈഫ് കിട്ടുന്ന എഞ്ചിനുകളാണ് ഇതുപോലെ ഡാമേജസ് ആയി പകുതി വഴിക്ക് നിന്ന് പോകുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും താങ്ക് യു.